1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡി ഗാമ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്തെ തുറമുഖത്ത് കാലുകുത്തിയതോടുകൂടിയാണ് ഭാരതത്തിൽ യൂറോപ്യൻ അധിനിവേശത്തിന് തുടക്കമാവുന്നത്. പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാരും ഫ്രഞ്ചുകാരും വന്നു. അവരെ തുടർന്ന് ബ്രിട്ടീഷുകാരും ഇന്ത്യയിലേക്ക് വന്നു. പിന്നീട് ഇവരെല്ലാവരും കൂടി ഈ മഹാരാജ്യത്തെ പങ്കിട്ടെടുത്ത് ഈ രാജ്യത്തെ 300 കൊല്ലത്തോളം ഭരിച്ചു. അഥവാ 300 കൊല്ലക്കാലം ഈ മഹത്തായ രാജ്യം പിന്നീട് യൂറോപ്യന്മാരുടെ ആധിപത്യത്തിന് കീഴിലായിരുന്നു. രാജ്യം പങ്കുവച്ചതിൽ 90% ലഭിച്ചത് ഇംഗ്ലീഷുകാർക്കാണ്. ബാക്കിയുള്ള നാമമാത്രമായ പ്രദേശങ്ങളാണ് പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും ഫ്രഞ്ചുകാർക്കും ലഭിച്ചത്. യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് കച്ചവടക്കാരായിട്ടാണ്. എന്നാൽ കച്ചവടക്കാരായി വന്നിട്ടുള്ള ഈ അതിഥികൾ പിന്നീട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരികളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ മർക്കടമുഷ്ടി ഭരണമാകട്ടെ പിന്നീടുള്ള 300 കൊല്ലക്കാലത്തോളം ഇന്ത്യ രാജ്യത്ത് തുടരുകയും ചെയ്തു. ഏലം, കുരുമുളക് തുടങ്ങി അനവധിയായ സുഗന്ധദ്രവ്യങ്ങൾക്ക് ആ കാലത്ത് ലോക പ്രശസ്തി നേടിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. തങ്ങൾക്ക് വേണ്ടത്ര സുഗന്ധദ്രവ്യങ്ങളും പല വ്യഞ്ജനങ്ങളുമൊക്കെ തുച്ഛമായ വിലക്ക് ഈ രാജ്യത്ത് നിന്ന് കൈക്കലാക്കി സ്വന്തം രാജ്യത്ത് കൊണ്ടുപോയി വിറ്റ് വൻ സാമ്പത്തിക നേട്ടം കൈവരിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അപ്രകാരം ആദ്യകാലത്ത് തികച്ചും കച്ചവട താൽപ്പര്യം മാത്രം വെച്ച് പുലർത്തിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന യൂറോപ്യന്മാർ ക്രമേണ ഈ രാജ്യത്ത് തങ്ങളുടെ രാഷ്ട്രീയപരമായ അധികാരം കൂടി സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി പരിശ്രമം തുടങ്ങുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. അപ്രകാരം ഈ രാജ്യത്തെ കോളനിവൽക്കരിച്ച് കാലാകാലത്തേക്ക് തങ്ങളുടെ വാണിജ്യവും അധികാരവും നിലനിർത്തിക്കൊണ്ടു പോകാനാണ് യൂറോപ്യന്മാർ പിന്നീട് ശ്രമിച്ചത്. അതിനുവേണ്ടി പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ പിൽക്കാലത്ത് ഈ ശക്തികൾ പ്രയോഗിക്കുന്നതും ചരിത്രം കണ്ടതാണ്. ഇവിടെ കച്ചവടം മാത്രമല്ല, തങ്ങളുടെ അധികാരവും സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും എന്ന് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയത് വളരെ പെട്ടെന്നാണ്. അതിനനുകൂലമായ പല സാഹചര്യങ്ങളും വളരെ പെട്ടെന്ന് അവരിവിടെ തിരിച്ചറിഞ്ഞു. അപ്രകാരമുള്ള ഒരു സാമൂഹികമായ അന്തരീക്ഷമായിരുന്നു അന്ന് ഈ രാജ്യത്ത് നിലനിന്നിരുന്നത്. ആ സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് വളരെ നിഷ്പ്രയാസം തങ്ങളുടെ ലക്ഷ്യം ഈ രാജ്യത്ത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നവർ മനസ്സിലാക്കി. പിന്നീട് അതിനനുസരിച്ചുള്ള തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് അവർ ഈ രാജ്യത്ത് പയറ്റി നടപ്പിലാക്കിയത്. ആ കാര്യത്തിൽ അവർ പരിപൂർണമായി വിജയിച്ചു എന്നാണ് പിൽക്കാല ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിവിടെ തെളിയിക്കപ്പെടുകയും ചെയ്തു.